അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു 1.5 kg ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ബട്ടർ സ്കോച്ച് അല്ല, കാരമൽ കേക്കാണ്. അതിനായിട്ട് ഞാൻ 10 ഇഞ്ചിൻ്റെ പാനിനകത്ത് ഒരു 1 kg സ്പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ബൂസ്റ്റും കണ്ടൻസ്ഡ് മിൽക്കും പാലുമായിട്ടൊരു മിക്സിലാണ് ഞാനത് വെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബൂസ്റ്റും ഈ ചെറിയ ചോക്കോ ചിപ്സും പിന്നെ അതിനകത്ത് പ്രലയൻസുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരമലിൻ്റെ പ്രലയൻസും പിന്നെ കാരമലിൻ്റെ സോസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതിനകത്ത് ക്രീം കൊടുക്കുക. 2 ലെയറായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഹൈറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ലെങ്കിൽ 2 ലെയറായിട്ട് അവർക്ക് ചെറിയ ഒരുപാടൊന്നും വലിയ കേക്കായിട്ട് വേണമെന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെറിയൊരു ഇതിൽ തന്നെയാണ് ഞാൻ 2 ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തന്നെ മറ്റേ കാരമലിൻ്റെ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. കാരമൽ സോസ് എപ്പോഴും നമ്മൾ നൈസായിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അതിനുശേഷം അത് വെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ പ്രലയൻസാണ്. ഞാൻ കാഷ്നട്ടും പീനട്ടും ബദാമും കൂടിയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുള്ള പ്രലയൻസാണിത്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് ഞാൻ അതിനകത്തോട്ട് ചോക്കോ ചിപ്സും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ 1/2 kg ചെയ്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ പാനിനകത്താണ്. അത് മൊത്തത്തിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ നിറച്ച് ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത് ഇതും ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ സ്പഞ്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം കോട്ട് ചെയ്ത് ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് എടുക്കുക. പിന്നെ നന്നായിട്ട് അപ്പോൾ അതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ സ്പഞ്ചിനകത്ത് കുറച്ച് മറ്റേ കേക്കിനും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയതാണ്, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്പഞ്ചിനൊരു ടേസ്റ്റ് കിട്ടും. ഇത് ക്രീം കോട്ട് എടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ ഫിനിഷ് എടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് വൈറ്റ് ഹനാഷിയാണ് ഒഴിക്കാനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാടൊന്നും നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണമെന്നില്ല. ചിലർക്കൊരു ഇതുണ്ട്, നമ്മൾ ക്ലിയർ ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. നമുക്ക് ഹനാഷയൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ഫിനിഷ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഒരു സ്ക്രാപ്പർ വർക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സ്ക്രാപ്പർ എടുത്തിട്ട് ഒരു ചെറിയൊരു രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കേക്കിൻ്റെ ഇത്. എല്ലാവരും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ ഫോട്ടോയും കൂടെ കൊടുത്തേക്കാം വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.